റഹീം സാറിന്റെയും ശിവൻകുട്ടി സാറിന്റെയും ഒക്കെ നല്ല പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകൾ കേട്ട് സന്തോഷം. അണികൾക്ക് വളരെ രുചികരമായ വാക്കുകൾ. ഇതുപോലെ കുറച്ച് രുചികരമായ വാക്കുകൾ കേട്ട് ചാടിപ്പുറപ്പെട്ട കുറച്ച് പേരെ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് വീണയെ തിരക്കി വന്ന ഇഡിയുടെ വാഹനം അടിച്ചു പൊട്ടിച്ചവർ, ഇന്ന് ജയിലിൽ കിടക്കുന്നവർ. ആ വീട്ടില് ജയിലിൽ കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, വീടുകളിൽ അടുക്കളപ്പണി ചെയ്താണ് അവരുടെ കുടുംബം പോറ്റുന്നത്. അവരെ വീട്ടിൽ അടുക്കള പോയുന്നുണ്ടോ ഒന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കിയോ. ശിവൻകുട്ടി സാർ ആകെ ഒരു ദിവസം പോയി എന്ന് മാത്രം അറിഞ്ഞു. അവര് സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ നേരത്ത് വളരെയധികം വിഷമിച്ചു. ഒരു വ്യക്തിയോട് അവർ വളരെ സങ്കടത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അവരെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കേസ് മുന്നോട്ട് പോകും, അവർ വിഷമിച്ചിരിക്കുകയാണ്. ഈ ആഹാരം കൊണ്ട് ആ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ പോണേ റഹീം സാറേ. നിങ്ങളെ വാക്കുകൾ വിശ്വസിച്ച് ചാടി പുറപ്പെട്ട പാവം അണികളാണ്. ഇനിയുള്ള അണികൾ സൂക്ഷിക്കുക. ഇതുപോലെ പലതും പറയും, എടുത്തു ചാടി പോവും. ഇഡിയെ പോലെയുള്ള ഏജൻസിയുടെ വണ്ടിയൊക്കെ നശിപ്പിക്കുന്നതേ നമ്മൾ ജയിലിടിഞ്ഞാലും താഴെ വരൂല. ശ്രദ്ധിച്ചു വേണം സർക്കാർ വാഹനം നശിപ്പിക്കാൻ. മനസ്സിലായോ? ഇനി നിങ്ങളെല്ലാരും വിളിക്കും, ചാടിവാ ഓടിവാ, അവിടെ അടി ഇവിടെ അടിയെന്ന്. പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം, അന്ന് ചാടി ഓടിയവർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. വീട്ടുകാർക്ക് ആഹാരം പോലും ഇല്ലാതെ സങ്കടപ്പെടുന്നു. അടുക്കളപ്പണി ചെയ്ത് ജീവിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനം വാങ്ങാൻ പോലും അവർ വളരെയധികം വിഷമിച്ചു. അവരുടെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരീ സങ്കടപ്പെടണമായിരുന്നോ? ഓർമ്മിക്കൂ. റഹീം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുമ്പോഴേ അവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാ നിങ്ങളൊന്ന് അവരെ വീട്ടിൽ പോണേ, ഒരു പിടി ആഹാരം കൊണ്ടു കൊടുക്കണേ. അവർക്കൊരു പ്രശ്നവും ഇല്ല, അവർ സന്തോഷത്തോടെ വാങ്ങും. ഓർക്കുമല്ലോ